ഉണ്ണിയമ്മേ കുമ്പടി വന്നു. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ആര്യ രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് RSS BJP എന്ന് CPM ആരോപിക്കുന്നത്? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 1.5 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് കൗൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്നലെ LDFന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള ശ്രീമതി ഗായത്രി ബാബുവിനെ ഒരു വനിത എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരെ മാനസികമായും ശാരീരികമായും അവരെ വേദനിപ്പിക്കുക, അവരുടെ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. തുടർന്ന് രാത്രി 2 മണിയോടുകൂടി, വെളുപ്പിന് 2 മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ CPMന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇത് BJP ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പാർട്ടി ആ നിലയിലേക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനമാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം, പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന പ്രസ്ഥാനം. ഭയങ്കരം തന്നെ. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, എന്തോ സ്ത്രീകളോട് വലിയ നല്ല സമീപനമുള്ള ആളെ പോലെയാണ് ശ്രീ VV രാജേഷ് സംസാരിച്ചത്. അദ്ദേഹം എന്താ പരാമർശങ്ങൾ നടത്തുന്നത്? അദ്ദേഹം ഈ ചർച്ചയെ പറഞ്ഞു, ആ കുട്ടിയെ എന്തോ നമ്മൾ മോശപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നതെന്നാ പറഞ്ഞത്. അതിനൊന്നുമില്ലേ? സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളാണോ ഇന്ന് എന്നെ വ്യക്തിപരമായി, അല്ലെങ്കിൽ ഞാനത് വളരെ രസകരമായി എടുക്കുന്നത്, ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നത്? ആ കാര്യത്തെപ്പറ്റി ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. പിന്നെ അവിടെ സംഘർഷമുണ്ടായെന്നും ഇവർ നേരെ ഏതോ ഓഫീസിലേക്ക് ഓടിക്കേറി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഏത് ഓഫീസാ അവിടെ ഉള്ളത്? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഒരു ബോർഡെങ്കിലും, ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ABVPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു, എല്ലാവരും ഇവിടെ ABVPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം CPM അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ. ഇതൊക്കെ എന്ത്? അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണോ? എങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ? അപ്പൊ നിയമത്തിന് വിധേയമല്ലാതെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ഞാൻ ഈ ചർച്ചയിൽ 2 പോയിന്റുകൾ പറയാം. ഒന്ന്, ഓഫീസ് ആക്രമണം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്താണ് AKG സെന്ററിൽ പടക്കം പറഞ്ഞത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPMന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ?
നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടോ നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? പിന്നെ ചൂടാണ്ട് ഇല്ല അതോ അങ്ങനെയുള്ള തന്റെ ഇടമുണ്ടെന്ന് പറയണം. പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പൊതുമുതൽ നൂറുകണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത്. അപ്പൊ എന്തിനാ അസ്വസ്ഥരാകുന്നത്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. ഞാനിന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി. ഞാനൊരു സിസ്റ്റത്തെയാണ് അത് പറഞ്ഞത്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ, കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ സാഹചര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അല്ലാതെ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഈ ചർച്ച VV രാജേഷിനോട് അംഗം വെട്ടാനുള്ള ചർച്ചയല്ല. അങ്ങനെ ആക്കിയതിനെ ലാഘവ ബുദ്ധിയോടെ കാണരുത്. അത് ആശയപാപ്പരത്വമാണ്. അത് രാഷ്ട്രീയമായി പക്വതയില്ലായ്മയാണ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. മേയർ പരസ്യമായി പറയുന്നു, തന്നോടൊപ്പമുള്ള ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി BJP-ക്കാർ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു. ഭരണകക്ഷിയുടെ ഭാഗമാണെന്ന കാര്യം മറക്കരുത്. എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. എന്നിട്ട് മേയർ പറയുന്നു, തുടർന്ന് പറയുന്നു, BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു. മേയർ ആരാണ്? CPM-ന്റെ നേതാവാണ്. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPM ആണ് ഭരിക്കുന്നത്. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. അതല്ല ഉദ്ദേശം. മേയറല്ലേ അവർ? ഒരു കൗൺസിലറെ കടന്നാക്രമിച്ചു, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടും ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇത് ശരിയല്ല. ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിക്കണം. താങ്കൾ സംസാരിക്കുമ്പോൾ പ്രായത്തെ ബഹുമാനിച്ചാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മൗനമായി ഇവിടെ കേട്ടുകൊണ്ടിരുന്നതാണ്. എന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ എന്ത് പറയണം തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഗായത്രി ബാബു എന്ന് പറയുന്ന ഇന്ന് ഒരു ആക്സിഡന്റ് കേസുള്ള യോഗ കൊത്തു വന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയോടല്ല. ഞാനെന്ത് പറയണം ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ AKG സെന്ററിലെ തിട്ടൂരം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ തിട്ടൂരം മേടിച്ചോ ജീവിക്കുന്ന ആളല്ല. എനിക്ക് ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഗായത്രി കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ ഇന്ന് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട് എന്നത് ഗായത്രി തന്നെ ഇപ്പൊ വ്യക്തമാക്കുന്നു. അപ്പൊ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകുന്നു. പോലീസ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം. ഏത് മേയർ ആയാലും. മനസ്സിലായോ? അല്ല, താങ്കൾ ഇപ്പൊ ഉപയോഗിച്ച ഭാഷ മര്യാദയ്ക്ക് താങ്കൾ സംസാരിക്കണം. നഗരസഭയുടെ മേയറായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ താങ്കൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇവരാരും സംസാരിച്ച് ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനാ ഈ കുട്ടി ഇടപെടുന്നത്? ഇതെന്താ മേയർ കൗൺസിലാണെന്ന് വായിച്ചോ? ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഇടപെടാൻ ആരും ചുമതലപ്പെടുത്തി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. ജ്യോതികുമാർ, കുട്ടിയെന്നും വിളിക്കണ്ട. ഞാൻ 23 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയാണ്. നഗരസഭയുടെ മേയറാണ്, ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് താങ്കൾ കുട്ടിയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാൻ നഗരസഭയുടെ മേയറാണ്. അതുകൊണ്ട് താങ്കൾ ഇത് നഗരസഭ നോക്കൂ, ഇനി വിളിക്കാം. പ്രായമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. എന്നാ വിളിക്കാം. മേയർ ഒരു താങ്കൾ നിമിഷം. ആ ശ്രീ ജ്യോതി കുറിച്ച് നമുക്ക് അതിൽ അല്ലല്ല ഇതിൽ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അല്ലല്ല, മേയർ താങ്കൾ അങ്ങനെ ആ അങ്ങ് വിശേഷം ഇരുപത് എനിക്ക് വയസ്സിന് അറിയാൻ മതി. പെൺകുട്ടിയെന്നാണ് കുട്ടി പറയുന്നത്. ഒരു നമുക്ക് മേയർ അദ്ദേഹത്തിന് ചെല്ലാനോ? അദ്ദേഹത്തിന് അല്ലല്ല, അങ്ങേ അതൊന്നും പറയണ്ട. ഒരു കുട്ടിയായി കാണാനുള്ള ഞാൻ- പ്രായമുണ്ട്. ഞാൻ അദ്ദേഹം വിളിക്കാം. ഈഗോ എടുക്കണ്ട. ഇതൊന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോന്നാടോ ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്തൊക്കെയായി വന്നിരുന്ന് പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ധാരണ, ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ഈ രാജ്യത്ത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.